അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബിരിയാണിയൊക്കെ കഴിക്കാൻ പൂതിയുള്ള ദിവസങ്ങളിൽ, എന്നാൽ അത് ഉണ്ടാക്കാൻ നല്ല മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണിയാണ്. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് ഇത്. ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തുടങ്ങുകയല്ലേ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബിരിയാണിയിലേക്ക് ഇടാനായിട്ടുള്ള ഗരം മസാലയുടെ പൊടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടി മാത്രമേ നമ്മൾ ഈ ഒരു ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ല. ഈ ഒരു പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുഴുവനായിട്ടുള്ള മല്ലി, കുരുമുളക്, നല്ല ജീരകം, പിന്നെ ജാതിക്ക, ഏല, പട്ട, ഗ്രാമ്പൂ, ഒരു സ്റ്റാർ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കുക. ഈ ഒരു പൊടി മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബിരിയാണി കഴിക്കാനായിട്ട്. ഇത് നമ്മൾ 1 പോട്ട് ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുവട് കട്ടിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ നല്ലത്, ഫ്ലേവർ കൂടുതൽ കിട്ടാൻ. കാരണം നമ്മൾ ജീരകശാല റൈസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഇതാണ് ഈ ഒരു സവാളയുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അധികം തീരെ ചെറിയ പീസും അല്ല, നല്ല വലുപ്പത്തിലും അല്ലാതെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ചിക്കനും സവാളക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ആ ഒരു ചിക്കൻ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കണേ. ഇനി ഇതാ ഈ ഒരു ചിക്കനൊക്കെ ഇതുപോലെ ഒരു വൈറ്റ് കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ എക്സ്ട്രാ കുരുമുളകിൻ്റെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു ഗരം മസാല പൊടിയിലിട്ട കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം മതിയാകും. ഞാനിപ്പോൾ ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ ഒരു ചിക്കൻ നല്ലോണം ആ ഒരു മസാലയിലൊക്കെ പിടിച്ച് വെന്ത് വരണേ. അപ്പോൾ അതിനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകശാല അരി എടുക്കുന്നുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് ഒരു ചിക്കൻ വേവുന്ന ആ ഒരു സമയം വരെ നമ്മളൊന്നും കുതിർത്ത് വെക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു സമയം വരെ അരി ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഞാനിപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മൾ ചിക്കനൊക്കെ പകുതി ഒന്നങ്ങ് വെന്തിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് അധികം പുളിയിലാട്ട് ഞാനിപ്പോൾ യോഗേട്ട് എടുത്തിട്ടുണ്ട്. യോഗേട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്തേക്ക് നമ്മൾ വെള്ളം ഒന്നങ്ങ് ചൂടായി വരും. ആ ചൂടായ വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് പാകാന്നേ. ആ ഒരു അരിയുടെ വേവിന് 2 ഗ്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് വെന്ത് പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ അളന്നെടുത്തിട്ടുള്ളത്. വെള്ളം
ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ചിക്കനിൽ മാത്രമല്ലേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബേ ലീഫ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. വെള്ളം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. ആ ഒരു സമയത്ത് അരിയിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണേ. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗീ ചേർത്ത് കൊടുത്താലായിരിക്കും നല്ല കറക്റ്റ് ഫ്ലേവറിൽ നമുക്ക് ഈ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റുക. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവായിരുന്നു ഈ ഒരു ബിരിയാണി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തന്നെ കറക്റ്റാണ്. 2 ഗ്ലാസ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എനിക്ക് വെന്ത് പോവാറാണ് പതിവ്. ഇതിപ്പം കറക്റ്റ് വേവായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു അടുപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നെയ്യുടെയും ആ ഒരു മസാലപ്പൊടിയുടെയും ഒക്കെ സ്മെല്ലായിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ബിരിയാണി കഴിക്കാൻ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയും ടേസ്റ്റ് ഉണ്ട്. കാരണം ഇതിന് സൈഡ് ഡിഷോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ്. പിന്നെ ആർഭാടത്തിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് റൈത്തയും ചമ്മന്തിയും പിന്നെ പിക്കിളും വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പപ്പടവും വെച്ച് കൊടുക്കാം. പക്ഷേ ഇതൊന്നും വേണമെന്നില്ല. നമുക്കിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് പറ. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിന് സൈഡ് ഡിഷോ കാര്യങ്ങളോ ആവശ്യമുണ്ടോ എന്ന്. അത്രയും ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസായിരുന്നു. നമ്മൾ ഈ തലശ്ശേരി ദം ബിരിയാണിയൊക്കെ വെക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ഞങ്ങൾ മജ്ബൂസ് എന്നാണ് പറയാറുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ആ ഒരു തലശ്ശേരി ദം ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് 2 പാത്രം എടുക്കണം, ദം ഇടണം, മസാല വേറെ വറ്റണം, അങ്ങനെയൊക്കെ കുറേ പണിയില്ലേ. പക്ഷേ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണിക്കും കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് പറ ആ ഒരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കണം. പക്ഷേ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും. അതൊരു വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. ഇത് ഈ ഒരു നമ്മളെ കബ്സയും മജ്ബൂസൊക്കെ വെക്കുന്നത് പോലത്തെ ഒരു കളറായിരിക്കും. കറക്റ്റ് ആ ഒരു കയമ അരി നമ്മൾ ജീരകശാല അരി തന്നെ എടുക്കുക. അപ്പോഴായിരിക്കും നമ്മൾ ആ ഒരു ബിരിയാണിയുടെ തന്നെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ മടിയുള്ള ദിവസങ്ങളിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും രാത്രിയും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുമേ. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും നല്ലതാണ്. പക്ഷേ ഞാനിത് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തിട്ട് അവർ പറഞ്ഞു, ഞാൻ ആ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും ആരാ ബിരിയാണി കൊണ്ടുവന്നേ എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ നല്ല ചൂടോടുകൂടെ കഴിക്കുമ്പോഴായിരിക്കും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ബിരിയാണി ലവേഴ്സ് ഉണ്ട്, അവർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ മടി അല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.